എട്ടിക്കുളത്ത് താജുൽ ഉലമയുടെ ഉറൂസിന് സമാപനത്തിൽ വാഴ്ന്ന് സാധുവായ ഞാൻ കുറച്ചു നേരം പറയാൻ അവിടെ പോയിരുന്നു. മഹാനായ ഖുറാത്തങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. താജുൽ ഉലമയുടെ ആണ്ടിന്റെ സമയം കൂടിയാണിത്. റബീഉൽ ആഖിറിലാണ്, 1-ാം തീയതിയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉള്ളാൾ തങ്ങൾ എന്നാണ് നമ്മളെല്ലാവരും അറിയുക. ആ ആണ്ട് നേർച്ചയ്ക്ക് ആണ്ടിന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു മജ്‌ലിസിലെത്തുമ്പോൾ അവിടെ ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരൻ INTUC-യുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. സാധുവായ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പ് 2 മിനിറ്റ് ഉമർക്ക് പറയും എന്ന് പറഞ്ഞു. ഉമർക്ക് കയറി നിന്നിട്ടൊരു സംഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ ഒരു വിശേഷം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ അടുക്കൽ മോസ്റ്റ് മോഡേൺ ഫാമിലിയിൽപ്പെട്ട എറണാകുളത്തെ ആലുവയിലെ ഒരു ഫാമിലി ഇദ്ദേഹത്തോട് പറഞ്ഞു, 12 കൊല്ലമായി സന്താനങ്ങളില്ല, ഇനി കയറി ഇറങ്ങാൻ ഒരു മെഡിസിനുമില്ല, പല കൃത്രിമ യാന്ത്രിക മാർഗങ്ങളും നോക്കി, പക്ഷേ വിജയിച്ചിട്ടില്ല, എന്താണ് ഒരു പരിഹാരം? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ എന്ത് പരിഹാരം പറയാനാ? പക്ഷേ എനിക്കൊരു നല്ല സ്നേഹമുള്ള തങ്ങളെ അറിയാം, ആ തങ്ങളെ പറഞ്ഞു തരാം, നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോ വലിയ തങ്ങളായിരുന്ന താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ഖുറാത്തങ്ങളാണെന്ന് പറഞ്ഞു. എട്ടിക്കുളത്ത് ചെന്നാൽ കാണാമെന്നും പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ ഇവർ യാത്ര ചെയ്ത് എട്ടിക്കുളത്തെത്തി. എട്ടിക്കുളത്ത് ചെന്ന് ഖുറാത്തങ്ങളെ കണ്ടു നോക്കുമ്പോ പെട്ടെന്ന് തന്നെ മഹാനവറുകൾ നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഇടയിൽ 12 കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളമെടുത്തു വരാൻ പറഞ്ഞു. വെള്ളമെടുത്തു കൊണ്ടുവന്നപ്പോ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു, എന്തോ ഒന്ന് ചൊല്ലി ഊതി കൊടുത്തു. ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നെന്ന ഒരു ധാരണയുമില്ലായിരുന്നു. ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന ഇവർ അവിടെ എത്തിയത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് വേറെ അന്തം വിട്ടിട്ട് അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്തു. എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടീ, നമ്മളിപ്പോ ഒരു ബിസ്ലേരി വാട്ടറിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടം വരെ പോയി കഷ്ടപ്പെട്ടത്? ഞാനും നിങ്ങളോട് ചോദിക്കാതെ നടക്കായിരുന്നു, ദാ കിടക്കുന്നു വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് എറിഞ്ഞു. അവരങ്ങിട്ടുപോയി. അവരുടെ ദൗർഭാഗ്യം, ഇട്ട ഉടൻ അടപ്പും തുറന്ന് വെള്ളം കംപ്ലീറ്റ് അവിടെ പോവുകയും ചെയ്തു. ഇപ്പൊ ഈ മുറ്റമൊന്നും അല്ലല്ലോ, എല്ലാത്തിലും എന്താണ് അതിന് പറയുന്നത്, ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിരിക്കുക, തെങ്ങിന്റെ മൂട് വരെ. അപ്പൊ അതിനകത്ത് തെറിച്ച് വെള്ളമെല്ലാം പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ഉമർക്ക് പറയാണ്, രാത്രിയിൽ ഇവർ 8:30 മണിയായപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി. ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ്. അവരതിനകത്ത് കയറി അതാ AC ഓണാക്കിയിട്ട് കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ കണ്ണിൽ ഉറക്ക് പിടിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റുഭാഗവുമുള്ള 4 സൈഡിൽ നിന്നും അതാ നവജാത ശിശുക്കളുടെ ശ്വാസം പിടിച്ചുള്ള കരച്ചിലാണ്. 100 കണക്കിന് ബേബികളുടെ കരച്ചിൽ, അതും ശ്വാസം മുട്ടിയിട്ടുള്ള കരച്ചിൽ. എവിടുന്നാ കേൾക്കുന്നതെന്ന് ഇവർക്കറിയില്ല. AC-ക്കകത്ത് പുറത്തെ ശബ്ദം കേൾക്കാത്ത റൂമിൽ ശീതീകരിച്ച മുറിയില. സുബ്ഹാനല്ലാഹ്. രാവിലെ വരെ ഒരു പോള കണ്ണടയ്ക്കാൻ 2 പേർക്കും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ കരച്ചിലോടെ കരച്ചിൽ. അവസാനം അവർക്ക് മനസ്സിലായി ഇതിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു കോമൺ സെൻസ് വെച്ച് അവർ മനസ്സിലാക്കിയതാണ്. അവർ ഉമർക്കായ രാവിലെ തന്നെ വിളിച്ചു. ഉമർക്ക, പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഞങ്ങൾ 2 പേര്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞങ്ങൾ ആ വെള്ളം മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിനെ ഒന്ന് നിസ്സാരമാക്കി അവഗണിച്ചു പോയി. അപ്പൊ ഉമർക്ക് പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? ഈ വെള്ളം നിങ്ങൾ എന്തിനാ എടുത്ത് കളഞ്ഞത്? അത് ഞങ്ങൾ ചെയ്തു പോയി ഉമർക്ക, പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരണം. ഉമർക്ക് പറഞ്ഞു, അവിടെ പറഞ്ഞ ഭാഷയാണ്, ഞാൻ ജാഹിലാണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ആ തങ്ങളുടെ അടുത്ത് തന്നെ പോയി പറയാന്നല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഇവര് അദ്ദേഹത്തോട് ചോദിച്ചു, ഉമർക്ക ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ഡീറ്റെയിൽസ് പറയണ്ടേ, അവിടെ ചെന്നാൽ ഒരു ഊത്തും ഒരു കുപ്പി വെള്ളമേ കിട്ടുള്ളൂ എന്ന് പറയണ്ടേ, ഞങ്ങൾ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു, നിങ്ങൾ ഈ വിഷയം തന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമത് എട്ടിക്കുളത്തേക്ക് ഇവർ പോയി. മഹാനായ തങ്ങളവറുകളെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് വെള്ളം മന്ത്രിച്ചെന്ന് ഞങ്ങൾ അറിയാതെ എടുത്ത് കളഞ്ഞുപോയി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? എന്റെ ഉപ്പ താജുൽ ഉലമ ഇജാസത്ത് എന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ശിഫാഇനുള്ള ആയത്തുകളല്ലേ, അല്ലെങ്കിൽ അതല്ലേ ഞാൻ മന്ത്രിച്ചത്, എന്തിനാണ് എടുത്തു കളഞ്ഞത്? എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റുകയുമില്ല, പടച്ചവനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് തോന്നി പടച്ചവനോട് ചോദിക്കൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ്, ഇവർക്ക് അത്രേ മനസ്സിലായുള്ളൂ. എന്തായിരുന്നാലും സാധുക്കളാണ്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അവര് അവസാനം അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഒരു കുപ്പി വെള്ളവും കൂടെ അവിടെ നിന്ന് മന്ത്രിച്ചു തരണം, അതിപ്പോ വേണ്ട, ഇനി അടുത്തൊരു തവണയാകാം. ഇത് ഖുറാത്തങ്ങളുടെ ശൈലിയേ അല്ല, അടുത്ത തവണയാകാമെന്ന് പറയൽ. നമ്മൾ ഖുറ എന്ന് പറയുന്ന ഈ ഖുറ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? കർണാടകയിൽ മഹാനഗറിൽ നിൽക്കുന്ന ചെറിയ പള്ളിയും മദ്രസയും ഉള്ള ഒരു കേന്ദ്രം. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ ചെല്ലുന്നത്. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോ തങ്ങളെ അന്വേഷിച്ചപ്പോ തങ്ങൾ അവിടെ ഇല്ല, എവിടോ പരിപാടിക്ക് പോയി, അല്ലെ ഗൾഫിൽ പോയി എന്ന് കേട്ടാൽ എത്ര വിഷമം വരും. ഇത് മനസ്സിലാക്കിയിട്ട് തങ്ങള് അവിടെ ഒരു ഹൗദിലുള്ള വെള്ളം മന്ത്രിച്ചിട്ടിരിക്കുക. ആളുകൾക്ക് വെള്ളം അത് ശിഫാഇനെ എടുത്തുകൊണ്ട് പോകാം. അത്ര വിശാല സ്വാതന്ത്ര്യം കൊടുത്ത തങ്ങൾ ഇപ്പൊ വെള്ളം മന്ത്രിപ്പിക്കേണ്ട, അടുത്തൊരു തവണ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കണമെങ്കിൽ ഒരു വല്ലാത്ത ക്രാന്ത ദർശിത്വം ആ മഹാനിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വിഷമത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുപോയി എന്നിട്ട് എന്തെങ്കിലും ആയിപ്പോയാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരൊക്കെ വലിയ മഹാന്മാരും വലിയ സാദാത്തുക്കളും അതുപോലെ താജുൽ ഉലമയെ പോലെ മൂർച്ചയുള്ള ആർജവമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ മകനുമാണ്. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞല്ലോ, എന്തിനാ ഈ 9 മാസം ആശുപത്രി സിയാറത്ത് ചെയ്യുന്നത്? എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലും ഞാൻ സാധാരണ പറയാറുള്ള ഖുറാത്തങ്ങളെ നിങ്ങൾ ഫോൺ ചെയ്യേണ്ടതാണ്. കാരണം ഫോൺ ചെയ്താൽ ആശുപത്രിയിൽ സിസേറിയന് വേണ്ടി ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞാലും തങ്ങൾ പറയും ചെയ്യാൻ അനുവദിക്കണ്ട. അപ്പൊ പിന്നെ ചിലര് ചെയ്യാൻ ഇനിയിപ്പോ എന്തായാലും ചെയ്തു കൊണ്ടുപോയി കീറാൻ പോകുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ തങ്ങളെ വിളിക്കുന്നത് എന്തിനാ? വിളിക്കാതിരിക്കലാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ വാക്കും കൂടെ നമ്മൾ നിഷേധിച്ചു എന്ന് വരില്ലേ. എന്താണ് ഇത്ര ധൈര്യം പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, 2 കിഡ്നിയില്ല, ഹാർട്ട് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലല്ല, തലച്ചോറ് ബ്രെയിൻ അത് സ്റ്റേബിൾ ആയിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ 3 പ്രധാന ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം കൊണ്ടുപോയി. അവര് മുഴുവനും പറഞ്ഞു ഇത് അബോർഷനാക്കി കളയണം. പക്ഷേ ഖുറാത്തങ്ങൾ സമ്മതിക്കുന്നില്ല. പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒരു തകരാറുമില്ല, ഒരാശുപത്രിയും അടുത്തില്ലായിരുന്നു. അവസാനം തങ്ങൾക്ക് പരിചയമുള്ള മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. തങ്ങള് സുഖപ്രസവം നടന്നു, അൽഹംദുലില്ലാഹ്, ഒരു തകരാറുമില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. ചിലർക്കൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അണ്ടൂർക്കോണം തങ്ങളുപ്പാപ്പ് പറഞ്ഞ പോലെ എല്ലാ ദുആയും സ്വീകരിക്കണം, ഏത് സമയത്തും മഹാന്മാര് പറയുന്നത് അപ്പടി ആകണം, അങ്ങനൊന്നും നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 കണ്ണിനും ഒരു പവർ കുറവില്ലാത്തവരാ, 2 കേൾവിക്ക് ഒരു കുറവില്ലാത്തവരാ. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന ഒരാൾ പറയുന്ന കാര്യം വരെ ചില സമയത്ത് നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്നു, കാത് തുറന്നിരിക്കുന്നു, കേട്ടില്ലെന്ന് വരും. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ കേൾക്കാൻ അല്ലാഹു തആല വിധിക്കാത്തത് കൊണ്ടോ ഒക്കെയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇഷ്ടമുള്ള അവസരം അല്ലാഹു തആല കൊടുക്കും. പക്ഷേ ചില സമയത്ത് അത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കാൻ അവരുടെ ശുഗല് കൊണ്ട് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആ വലിയന്റെ അടുക്കൽ ഒരു പ്രാവശ്യം പോയപ്പോ എനിക്ക് കാര്യം സാധിച്ചില്ല എന്ന തരത്തിൽ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. ശൈഖുന ഉമൈനല്ലൂർ ഉപ്പാപ്പ തെക്കൻ കേരളത്തിൽ ഇതിഹാസ നായകരായ അള്ളാഹുവിന്റെ ആത്മീയ നേതാക്കളിൽപ്പെട്ട മഹാനായിരുന്നു. ജാടയൊന്നും കാണിക്കാത്ത അള്ളാഹുവിന്റെ ആത്മീയ നേതാക്കളിൽപ്പെട്ട വലിയ മഹാൻ. ആ മഹാന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് പറയുമ്പോ ഞാനുണ്ട്. അയാൾ പറഞ്ഞു, ഉപ്പാപ്പ അവിടുന്ന് പറഞ്ഞ പോലെ യാസീൻ ഓതി, ഒരു
യാസീൻ ഓതിയപ്പോ നടന്നില്ല, രണ്ടാമത്തെ യാസീൻ ഓതി അപ്പോഴും നടന്നില്ല, മൂന്നാമത്തെ യാസീൻ ഓതിയപ്പോ റാഹത്തായി എന്ന് പറഞ്ഞു. നമുക്ക് 3 യാസീൻ ഓതാൻ നിനക്ക് അവസരം കിട്ടി എന്നല്ലേടാ വിചാരിക്കേണ്ടത് എന്താണ് മറുപടി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും എപ്പോഴും എന്ത് ചിന്തിച്ചാലും അങ്ങനെ തന്നെ നടന്നു കിട്ടും എന്ന ശൈലിയിലല്ലല്ലോ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അടുക്കൽ പോകുന്നത്. നമ്മൾ ഭൗതിക തലത്തിൽ ഡോക്ടറെ അടുത്ത് പോയാലും അയാളുടെ അടുത്ത് പോകുന്ന എല്ലാ ചികിത്സയും കറക്റ്റ് ആകും എന്ന് പറഞ്ഞാണോ പോകുന്നത്? ഭൗതിക മാനദണ്ഡത്തിൽ തന്നെ അങ്ങനെയില്ല. അത് യന്ത്രം മുമ്പിലുണ്ട്, കാണാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ്. ഓപ്പറേഷൻ തന്നെ സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് പോലും അങ്ങനെയാണ്. പിന്നൊരു ധൈര്യം എന്താ അറിയോ? ചിലപ്പോ നമ്മൾ തങ്ങൾപ്പാനോട് ചോദിച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ടാവും. പിറന്ന കുഞ്ഞിന് ചിലപ്പോ എന്തെങ്കിലും തകരാറുണ്ടാവും. എന്നാലും തങ്ങൾ മാറൂല. തങ്ങൾ എന്ത് പറഞ്ഞാലും മാറൂല. എന്താ വിഷയം? 12ാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് തങ്ങളുടെ ഉമ്മ പ്രസവിച്ചത്. 12 മാസത്തോളം ഗർഭാശയത്തിൽ കിടന്നിട്ട് ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നതിന്റെ നേർസാക്ഷിയാണ് തങ്ങൾ. ആ കിട്ടുന്ന ധൈര്യം ചെറിയല്ല. തങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തു ചോദിച്ചു ഒരിക്കൽ സംഭാഷണത്തിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മിച്ച് പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ മാസം തുടങ്ങുമ്പോഴാണ് എന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് സഖാഫി ആര് പറഞ്ഞാലും ഞാൻ കുലുങ്ങൂല. അള്ള വിധിച്ചതല്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അതിനെന്തിനാ വെറുതെ സ്കാൻ ചെയ്തിട്ട് പ്രശ്നമുണ്ടാകുന്നത്?